മോദി ഗ്യാരണ്ടിക്ക് വാറണ്ടി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നത് നമുക്ക് പരിശോധിക്കാം. അത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഗ്യാരണ്ടി എങ്ങും യേശുന്നില്ല എന്ന് ഉള്ളത് തന്നെയാണ്. അങ്ങനെ വാരാണസിയിൽ മോഡി വിയർക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. കാരണം ഒരു വേള അങ്ങ് അടിയിലേക്ക് പോകുന്ന 10,000 സീറ്റിന്റെ 11,000 വോട്ടിന് നരേന്ദ്രമോദി വാരണാസിയിൽ പിന്നിൽ നിൽക്കുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയാതെ പിന്നീട് 4,000 വോട്ടിന് പിന്നിട്ട് നിന്നു. അവസാനം ജയിച്ചത് 1.5 ലക്ഷം വോട്ടിന്. കഴിഞ്ഞ ഭൂരിപക്ഷം 4 ലക്ഷത്തി സംതിങ് ആയിരുന്നു. അതായത് ഏതാണ്ട് 3.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 3 ലക്ഷത്തോളം വോട്ടുകളുടെ ഒരു കുറവുണ്ടാവുകയാണ് മാത്രമല്ല അവിടെ നോക്കുമ്പോഴാണ് രാഹുലിന്റെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. രാഹുൽ അതിന്റെ ഇരട്ടി രണ്ടിടത്തും 3.5 ലക്ഷം, വയനാട്ടിൽ 3.5 ലക്ഷം, 7 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ്. അയോധ്യയിലെ തിരിച്ചടി ഫൈസാബാദിൽ, അതായത് അയോധ്യ നിൽക്കുന്ന മണ്ഡലത്തിൽ എസ്.പിക്കാണ് വിജയം സ്വന്തമാക്കാൻ കഴിയുന്നത്. രാജ്യം മുഴുവൻ വലിയ തരംഗമുണ്ടാക്കാൻ കാരണമാകും എന്ന് വിചാരിച്ച അയോധ്യ രാമക്ഷേത്രം ഒരു വലിയ പ്രൊപ്പഗാൻഡയായി അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു സംവിധാനത്തിന് അത് നിൽക്കുന്ന, അതായത് രാമക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം കയ്യിൽ നിന്ന് പോവുക, അവിടെ സമാജ്വാദി പാർട്ടി വിജയം സ്വന്തമാക്കുക എന്നത് കണ്ടു. ഈ ജനങ്ങളൊക്കെ ചിന്തിച്ച് കാണുമില്ല, ശരാശരി ആളുകൾ പോലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ അതൊരു ദൗർബല്യമായി അത് കാണുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത്? അതൊരു പക്ഷേ ഇരുത്തി ചിന്തിക്കേണ്ടതല്ലേ ബി.ജെ.പി സംബന്ധിച്ചു? ഏതായാലും ബി.ജെ.പി ചിന്തിക്കട്ടെ അല്ലെ. നമുക്ക് അനൂപ് ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് ചോദിക്കാം. അനൂപ്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് എന്തുകൊണ്ടാണ് വാറണ്ടി ഇല്ലാതെ പോയത്? മധു, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധു തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ. ആദ്യഘട്ടത്തിൽ മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു പ്രധാനമായിട്ടും ഈ ചർച്ചകളിലേക്ക് ബി.ജെ.പി കൊണ്ടുവന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചു. അതിൽ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ മിക്കവാറും ആളുകൾക്ക് മനസ്സിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം എടുത്തൊരു പ്രത്യേക മതവിഭാഗത്തിന് കൊടുക്കും, നുഴഞ്ഞു കയറ്റക്കാർക്ക് കൊടുക്കുമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ച സ്ഥലത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ട വോട്ടിൻ്റെ ഭൂരിപക്ഷം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 2.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഭാരതീയ ട്രൈബൽ പാർട്ടി, ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി വിജയിക്കുന്നത്. ഇങ്ങനെ രാജ്യത്തെ, ഞാൻ നേരത്തെ അവസാനിപ്പിച്ചത് കെ.സി. വേണുഗോപാൽ വരുന്നതിന് മുൻപ് അവസാനിപ്പിച്ചത്, രാജ്യത്തെ ജനങ്ങൾ പ്രധാനമായും കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലില്ലായ്മയാണ്. രണ്ടാമത്തേത് വിലക്കയറ്റമാണ്. അതിനുമപ്പുറത്തേക്ക് കർഷകർ നേരിടുന്ന അതിഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും കൃത്യമായ അഭിസംബോധന ചെയ്യാതെ അതിനപ്പുറത്തേക്ക് മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മതത്തെ പ്രതിഷ്ഠിക്കാനുള്ള സജീവമായ ശ്രമമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. നമുക്ക് ഉത്തരേന്ത്യയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളെല്ലാം തുടങ്ങുന്ന സമയത്ത് സജീവമായി കേട്ട കാര്യം എന്തായിരുന്നു? അത് ജനുവരി മാസം 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. ഞാൻ ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ ഒരാഴ്ച മുൻപ് പോയതാണ്. അത് മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ക്ഷേത്രത്തിൽ പണി പൂർത്തിയായിരുന്നില്ല. ഏതാണ്ട് 60% പണി ഇനിയും നടക്കാനുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. എൻ്റെ നാട്ടിലെ പോലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ MLA യോ MP യോ ഒന്നും പ്രാണപ്രതിഷ്ഠ നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് മുന്നിൽ അങ്ങനെ ഒരു മുൻ ചിത്രമൊന്നുമില്ല. പക്ഷേ ഇത് വളരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടത്തുന്നു. അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം സജീവമായി ബി.ജെ.പി നടത്തുന്നു. ആ മണ്ഡലത്തിൽ, രാമക്ഷേത്രമുള്ള ആ മണ്ഡലത്തിൽ ഫൈസാബാദിൽ 55,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ബി.ജെ.പിയുടെ മണ്ഡലമായിരുന്നു. ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തി. മറ്റെല്ലാ സ്ഥലത്തും UP-യിലൂടെ പല ദിവസങ്ങളിൽ ഞാൻ സഞ്ചരിച്ചതാണ് ഈ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം ദത്തെടുത്ത ദൊംറി ആദർശ ഗ്രാമത്തിൽ പോയി ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ദത്തെടുത്ത ഗ്രാമമാണ്, മാതൃകാ ഗ്രാമമാക്കി കാണിക്കാൻ വേണ്ടിയുള്ള ഗ്രാമമാണ്. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ചിത്രം എന്ത് എന്ന് മനസ്സിലായിരുന്നു. അവിടുത്തെ ജനങ്ങൾ പറയുന്നു, ഞങ്ങൾക്കിതാ എൻ്റെ വീട്ടിൽ കക്കൂസില്ല, ഞാനവിടെ വയലിലാണ് പോകാറ്, ഞങ്ങൾക്ക് ഗ്യാസ് ഉണ്ട് പക്ഷേ നിറയ്ക്കാൻ പൈസയില്ല, ഞങ്ങൾക്ക് തൊഴിലില്ല, വിലക്കയറ്റം കൂടുതലാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴും അതിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പക്ഷേ മോദിക്ക് തന്നെ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം. പക്ഷേ ചിത്രം യഥാർത്ഥത്തിൽ ജനങ്ങൾ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങളെ വേണ്ട വിധം പരിഗണിക്കാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മത സാധ്യതകളെ തേടുകയായിരുന്നു പ്രധാനമന്ത്രി എന്നത് കാണാൻ കഴിയും. രണ്ടാമത്തേത്, അഗ്നിപഥ് പദ്ധതി ഉത്തരേന്ത്യയിൽ കാര്യമായ ഒരു പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. യുവജനങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ട്. 4 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന ചോദ്യം യുവജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്ന വിഷയമുണ്ട്. അതിനപ്പുറത്തേക്ക്
ഈ കർഷകരുടെ വിഷയം, കർഷകരുടെ പ്രശ്നത്തെ കാര്യമായി പരിഗണിക്കാതെ ഇപ്പോഴും പഞ്ചാബിൽ കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ, രാജസ്ഥാനിൽ, ഹരിയാനയിൽ, ഉത്തർപ്രദേശിലെല്ലാം കർഷക രോഷം അതിരൂക്ഷമായി BJP ബാധിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ ഈ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിച്ച മേഖല നമ്മൾ എടുത്തു നോക്കിയാൽ കർഷകർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. 2 ലക്ഷത്തിലധികം വോട്ടിന് BJP കഴിഞ്ഞ തവണ വിജയിച്ച ഇടങ്ങളിലാണ് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി കാണാൻ പറ്റുന്നത്. ഹരിയാനയിൽ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചത് BJP ആയിരുന്നു. ഇത്തവണ അടിപതറിപ്പോയി. 46% വോട്ടാണ് ഇന്ത്യ സഖ്യ. അനൂപ്, ആ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ തന്നെ വോട്ടർ ഡയറിയുമായി പോയി സഞ്ചരിച്ച വ്യക്തിയാണ്. എന്തായാലും യാഥാർത്ഥ്യങ്ങൾ അറിയാം. പൊള്ളയായി കുറെ കെട്ടിപ്പൊക്കലോ ഒന്നുമല്ല. അവർ സ്ഥായിയായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അവരുടെ മുന്നിലുള്ളത്. അതിന് അവര് തിരിച്ച് വോട്ടിലൂടെ മറുപടി കൊടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടല്ലേ? ശരി. പിന്നെ കർഷക പ്രക്ഷോഭം മാത്രമല്ല, ഈ ഗുസ്തി താരങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വലിയ പ്രശ്നങ്ങൾ, വിവേചനം, സാക്ഷി മാലിക്കിന്റെ ഒക്കെ കണ്ണുനീർ നമുക്കറിയാം. ഹരിയാനയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുണ്ട്. അവിടുത്തെ പെൺകുട്ടികൾ നടത്തുന്ന പോരാട്ടത്തേക്ക് അവർ വലിയ അഭിമാനമായാണ് കാണുന്നത്. സാക്ഷിയൊക്കെ മെഡൽ അണിയുന്ന സമയത്ത് കണ്ണീരണിയുന്ന സാധാരണ നാട്ടുകാരെ ഈ വലിയ സ്ക്രീനൊക്കെ ഒരുക്കി വെച്ച് കണ്ട് അവരെ വലിയ അഭിമാനത്തോടെ സ്വന്തം മക്കൾ എന്ന് കാണുന്ന ഇടത്ത് വെച്ചാണ് ഈ കണ്ണുനീർ അവർ കാണുന്നത്. അവസാനം വരെയും കവചമൊരുക്കുകയായിരുന്നു. അതൊക്കെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകും.